പൂരം നക്ഷത്രം പൊതുവെ ഭയങ്കര അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. നല്ല ചാമായിരിക്കും. നിങ്ങൾ സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കും. ആളുകളെ എളുപ്പത്തിൽ ഇമ്പ്രസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ സൗന്ദര്യം കൊണ്ട് അവരെന്തായാലും കീഴ്പ്പെടുത്തും. പുരുഷന്മാർക്കും സംസാരശേഷി നന്നായിട്ട് തന്നെ ഉണ്ടാവും. സംസാരിച്ച് വീഴ്ത്താൻ കഴിവുണ്ട്. പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ലൈഫ് വളരെ പ്രധാനമാണ്. ഇമോഷണൽ ബോണ്ടിങ് സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഇമോഷണൽ കണക്ഷനും ഫിസിക്കൽ കണക്ഷനും നന്നായിട്ട് തന്നെ വേണം. അത് നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയും ചെയ്യും. ലക്ഷറി ലൈഫ് ഭയങ്കര താല്പര്യമാണ്. നല്ല ജീവിതം, സ്റ്റൈല്, ബ്യൂട്ടി, കംഫർട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്വാളിറ്റി ലൈഫ് നന്നായിട്ട് തന്നെ ആഗ്രഹിക്കാറുണ്ട്. ഇമോഷണലി നല്ല സെൻസിറ്റീവാണ്. സ്നേഹത്തിൽ ഹേർട്ടായാൽ നല്ല ഡീപ്പായിട്ട് തന്നെ ബാധിക്കും. അവോയ്ഡ് ചെയ്യണ റിജക്ഷൻ ഇതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നല്ല സോഷ്യലാണ്, ഫ്രണ്ട്ലി ആണ്. ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. പോപ്പുലാരിറ്റി നേടാൻ നല്ല സാധ്യതയുണ്ട്. ലൈഫ് എൻജോയ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ചിലപ്പോൾ പെട്ടെന്നുള്ള തീരുമാനം എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നും വരും. പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നന്നായിട്ട് ഫൈനാൻസൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ ചിലവാക്കുന്നത് മൊത്തം ലക്ഷറി സാധനത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മോട്ടിവേഷൻ കുറവ്, വർക്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചേഞ്ച് അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളും ലക്ഷറി എക്സ്പെൻസൊക്കെ നല്ല രീതിയിൽ കൂടുതലായിരിക്കും. സേവിങ്സ് കുറയാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് നന്നായിട്ടുണ്ട്. അറ്റൻഷൻ, കെയർ വേണ്ടെന്ന ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പ്രണയത്തിൽ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടു എന്നൊരു ഫീലിങ്സ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം. മാർച്ച് മാസത്തിൽ ആദ്യത്തെ 15 ദിവസം കുറച്ച് സ്ലോ തന്നെയാണ്. ഏതാണ്ട് ഫെബ്രുവരിയിലുള്ള പോലെ തന്നെയൊക്കെ ആയിരിക്കും മാർച്ചിലും. വർക്കിൽ വീണ്ടും ഫോക്കസ് കുറയും. എല്ലാ കാര്യത്തിലും കുറച്ച് ഡിലേ ഉണ്ടാവും. എല്ലാ വർക്കുകളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടാവും. സെക്കൻഡ് ഹാഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. പ്രൊജക്റ്റ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് വേറെ ജോലിക്ക് പോകാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്കാണ് നല്ല ഗ്രോത്ത് ഉള്ളത്. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്കും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. ഡിസിഷൻ എടുക്കേണ്ടത് മാർച്ച് 18 ശേഷം മാത്രമായിരിക്കണം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്യൂട്ടി, ഫാഷൻ, മീഡിയ, സർവീസ് ഫീൽഡിലുള്ളവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് കൂടുതലാണ്. കസ്റ്റമറിൻ്റെ നിന്ന് നല്ല സപ്പോർട്ട് എന്തായാലും കിട്ടും. മാർച്ച് അവസാനം ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ആവും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ മാർച്ച് സെക്കൻഡ് ഹാഫിൽ മാത്രം ചെയ്യുക. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യം നല്ല എക്സ്പെൻസ് തന്നെ ഉണ്ടാവും. മാർച്ച് 20 ശേഷം ഫൈനാൻസിൽ കുറച്ച് ബാലൻസ് വരും. പഴയ കടം കൊടുത്തത് കിട്ടാൻ സാധ്യതയുണ്ട്. സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ ചെയ്യുന്നത് മാർച്ച് അവസാനമാവണമെന്ന് മാത്രം. ലക്ഷറി ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കരുത്. അതെന്തായാലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. എല്ലാം അങ്ങനെ ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മാർച്ച് 20 വരെ എന്തായാലും വെയിറ്റ് ചെയ്യും. റിലേഷൻഷിപ്പിലാണെങ്കിൽ ആദ്യം ഇമോഷണലി ഇൻസെക്യൂരിറ്റി എന്തായാലും ഉണ്ടാവും. പാർട്ട്ണറിൻ്റെ അറ്റൻഷൻ കിട്ടാത്തതിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫിൽ റൊമാൻസ് എന്തായാലും ഇമ്പ്രൂവും. പുതിയ പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്. മാരേജ് ലൈഫൊക്കെ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. സിംഗിൾ ആണെങ്കിൽ പുതിയ പ്രണയം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡൈവേഴ്സ് ആണെങ്കിലും ആ ഒരു സാധ്യത നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സർക്കിളിലുള്ള ഒരാളായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടം വരിക. അത് മെല്ലെ മെല്ലെ ഒരു സീരിയസ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തിൽ തന്നെയായിരിക്കും. അതിൻ്റെ സന്തോഷം കൂടുകയേ ചെയ്യുകയുള്ളൂ. വീട്ടിൽ പുതിയ സെലിബ്രേഷനോ പുതിയ ഗുഡ് ന്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് മാസാവസാനം. ഹെൽത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. സ്കിന്ന്, ഷുഗർ, വെയിറ്റ് ഇഷ്യൂ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് ഡയറ്റ് ആവശ്യമാണ്.